സുനിത വില്യംസിന്റെയും സംഘത്തിന്റെയും മടങ്ങിവരവിന് വീണ്ടും കളമൊരുങ്ങുന്നു. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയുടെ തീയതി നാസ പ്രഖ്യാപിച്ചു. വരുന്ന തിങ്കളാഴ്ചയായിരിക്കും സംഘത്തിന്റെ മടക്കം. 17-ാം തീയതി ഇന്ത്യൻ സമയം വൈകിട്ട് 6:35 ക്രൂ 9 ദൌത്യസംഘം നിലയത്തിൽ നിന്ന് പുറപ്പെടുക. കാലാവസ്ഥാ സാഹചര്യം കൂടി കണക്കിലെടുത്ത് സമയത്തിലും തീയതിയിലും മാറ്റം വരുത്തേണ്ടി വരും. ഇന്ന് രാവിലെ സാങ്കേതിക പ്രശ്നം കാരണം ക്രൂ 10 വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു. വിക്ഷേപണം നാളെ രാവിലെ പുനരാരംഭിക്കുമെന്നും നാസ അറിയിച്ചിട്ടുണ്ട്. 4-അംഗ സംഘമാണ് ക്രൂ 10 ദൌത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 4:56 വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സിൽ നിന്നാണ് വിക്ഷേപണം. ഫാൽക്കൺ 9 റോക്കറ്റിനെ താങ്ങി നിർത്തുന്ന യന്ത്രക്കൈകളിലൊന്നിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലുണ്ടായ തകരാറാണ് രാവിലത്തെ ദൌത്യം തടസ്സപ്പെടുത്തിയത്. തുടർന്നാണ് ക്രൂ 10 ദൌത്യ വിക്ഷേപണം നാസയും സ്പേസ് എക്സും നാളേക്ക് മാറ്റിയത്. റോക്കറ്റിനെ താങ്ങി നിർത്തുന്നതും ലോഞ്ച് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നതും യന്ത്രക്കൈയാണ്. ക്രൂ 10 ലിഫ്റ്റ് ഓഫിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെയായിരുന്നു തകരാർ കണ്ടെത്തിയത്. റോക്കറ്റിന്റെ സുഗമമായ ലോഞ്ചിന് യന്ത്രക്കൈകൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ലോഞ്ച് പാഡിലെ ഈ യന്ത്രക്കൈയിലെ തകരാർ റോക്കറ്റിന്റെയും ഡ്രാഗൺ പേടകത്തിലെ ക്രൂ 10 സഞ്ചാരികളുടെയും സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. ഇതിനൊപ്പം കാലാവസ്ഥാ പ്രതിസന്ധിയും തിരിച്ചടിയായി. ഒരാഴ്ചത്തെ ദൌത്യത്തിനായി 9 മാസത്തിലധികമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. സംഘത്തെ ഭൂമിയിലേക്ക് മടക്കിയെത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് സ്പേസ് എക്സുമായി ചേർന്ന് നാസ ക്രൂ 10 ദൌത്യം വിക്ഷേപിക്കുന്നത്. ക്രൂ 10 ദൌത്യസംഘം ISS-ൽ എത്തിയാൽ സുനിതയും ബൂച്ചും അടങ്ങുന്ന ക്രൂ 9 സംഘം ഭൂമിയിലേക്ക് തിരിക്കും. 2024 ജൂണിലാണ് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സ്റ്റാർലൈനർ പേടകത്തിന് സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതോടെ മടക്കം നീളുകയായിരുന്നു. 17-ാം തീയതി ഇന്ത്യൻ സമയം വൈകിട്ട് 6:35 ക്രൂ 9 ദൌത്യസംഘം നിലയത്തിൽ നിന്നും പുറപ്പെടുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.